UDFന്റെ സ്ഥാനാർത്ഥി പറഞ്ഞത് BJPക്ക് CPM വോട്ട് മറിച്ചു എന്നുള്ള രീതിയിലാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്? അല്ല, അത് പരാജയ ഭീതി കൊണ്ട് തന്നെയാണ്, ഒരു സംശയം വേണ്ട. പരാജയ ഭീതിയിൽ തന്നെയാണ് അവർ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നത്. പരാജയപ്പെട്ട് കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് ഒരു ബൂത്ത് ലെവൽ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള കണക്കും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടാകാം. അതിനടിസ്ഥാനത്തിലുള്ള ആശങ്കയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക്കൊണ്ട് കോൺഗ്രസ് വോട്ട് മറിച്ചു, അല്ലെങ്കിൽ CPI വോട്ട് മറിച്ചു, CPM വോട്ട് മറിച്ചു എന്നുള്ള ആരോപണം തെച്ചുകോട്ട് രാമചന്ദ്രനെ പോലെ തൃശ്ശൂരിന്റെ തിടമ്പേറ്റാൻ മറ്റൊരു രാമചന്ദ്രൻ കൂടി വന്നിട്ടുണ്ട്. ആ രാമചന്ദ്രന്റെ പേരാണ് സുരേഷ് ഗോപി. ഇപ്പോ നമസ്കാരം. 20 പാർലമെന്റ് മണ്ഡലങ്ങളിലേക്ക് കഴിഞ്ഞ ദിവസം വോട്ടെടുപ്പ് കേരളത്തിൽ കഴിഞ്ഞിരിക്കുകയാണ്. ഈ സമയത്ത് കേരളത്തിൽ BJP ഇന്ന് ഏറ്റവും വലിയ രീതിയിൽ പ്രതീക്ഷ വെക്കുന്ന ഒരു മണ്ഡലം, അത് വോട്ടെടുപ്പിന് ശേഷവും തൃശ്ശൂർ തന്നെയാണെന്നതിൽ യാതൊരു സംശയവുമില്ല. തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ തൃശ്ശൂരിലെ തന്നെ നഗര കേന്ദ്രീകൃതമായിട്ട് മുഴുവൻ സമയം പ്രവർത്തനത്തിലുണ്ടായിരുന്ന വ്യക്തിയാണ് ശ്രീ പ്രിന്റു മാഷ്. അദ്ദേഹം ഇന്നിപ്പോ നമ്മോടൊപ്പം ചേരുകയാണ്. BJPയുടെ സംസ്ഥാന സമിതി അംഗം കൂടിയാണ്. പ്രിന്റു മാഷ്, നമസ്കാരം. 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 എങ്ങനെയുണ്ടായിരുന്നു ഇലക്ഷൻ പ്രവർത്തനങ്ങൾ, പ്രചരണങ്ങളെല്ലാം? തീർച്ചയായും വലിയ രീതിയിലുള്ള മുന്നേറ്റം. നമ്മൾ പറയുക, തുടക്കത്തിൽ തന്നെ BJPക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഒരുങ്ങിയിരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് തൃശ്ശൂരിലേത്. പ്രത്യേകിച്ച് നമ്മുടെ സ്ഥാനാർത്ഥിത്വം, മോഡിയുടെ വികസനം, അതോടൊപ്പം തന്നെ തൃശ്ശൂർ BJPയുടെ സംഘടനാ സംവിധാനത്തിന്റെ മികവ്, ഈ 3 കാര്യങ്ങളും ഒത്തുചേർന്ന സാഹചര്യത്തിൽ വിജയം സുനിശ്ചിതമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എടുത്തിട്ടുള്ള ആ കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തന മികവ്, അതിനുള്ള അംഗീകാരം എന്ന രീതിയിൽ ജനങ്ങൾ സുരേഷ് ഗോപിയിലും BJPയിലും വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ഞങ്ങളുടെ ഒരു പ്രതീക്ഷ പ്രകാരം 25,000-നും 50,000-നും ഇടയിലുള്ള ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി ജയിക്കുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അവസാനത്തെ കണക്കുകൂട്ടൽ. ഈ BJP പ്രതീക്ഷ വെക്കുന്നത് പോലെ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു പ്രതികരണം ഇടതുപക്ഷത്തിന്റെയും UDFന്റെയും ഭാഗത്തു നിന്ന് ഇല്ല. വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം UDFന്റെ സ്ഥാനാർത്ഥി പറഞ്ഞത് BJPക്ക് CPM വോട്ട് മറിച്ചു എന്നുള്ള രീതിയിലാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്? അല്ല, അത് പരാജയ ഭീതി കൊണ്ട് തന്നെയാണ്, ഒരു സംശയം വേണ്ട. പരാജയ ഭീതിയിൽ തന്നെയാണ് അവർ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നത്. പരാജയപ്പെട്ട് കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് ഒരു ബൂത്ത് ലെവൽ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള കണക്കും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടാകാം. അതിനടിസ്ഥാനത്തിലുള്ള ആശങ്കയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക്കൊണ്ട് കോൺഗ്രസ് വോട്ട് മറിച്ചു, അല്ലെങ്കിൽ CPI വോട്ട് മറിച്ചു, CPM വോട്ട് മറിച്ചു എന്നുള്ള ആരോപണങ്ങൾ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ആരോപണങ്ങൾക്ക് അപ്പുറത്തേക്ക് എണ്ണയിട്ട യന്ത്രങ്ങൾ പോലെ കഴിഞ്ഞ 5 വർഷമായിട്ട് ഞങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് പോയിട്ടുണ്ട്. അതിന്റെ അവസാന ഘട്ടം എന്ന രീതിയിൽ ആളുകളെ ബൂത്ത് ലെവലിലേക്ക് എത്തിക്കുകയും അതോടൊപ്പം തന്നെ പോളിംഗ് കുറഞ്ഞത് ഞങ്ങളെ ബാധിച്ചിട്ടില്ല സത്യത്തിൽ. അതുകൊണ്ട് വെച്ചാൽ ഞങ്ങൾ ആരെയാണോ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള വോട്ടർമാർ, ആ വോട്ടർമാരെ മുഴുവൻ ഞങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വിജയം സുനിശ്ചിതമാണ്. ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് അങ്ങനെ പരസ്പരം ആരോപണം ഉന്നയിച്ചതുകൊണ്ട് നമ്മൾ പറയല്ലോ, ഒരു ദമനം നടത്തണമല്ലോ. സ്വാഭാവികമായിട്ട് സൈക്കോളജിക്കലായിട്ട് ഒരു തോൽവിയുടെ മുന്നോടിയായിട്ടുള്ള അവരുടെ ഒരു മുന്നോടിയായിട്ടുള്ള ഒരു എയറായിട്ട് മാത്രമേ ഞങ്ങൾ അതിനെ കാണുന്നുള്ളൂ. ഇപ്പോൾ ജൂൺ 4-ാം തീയതി BJP ഒരിക്കൽ കൂടി ഒരു തൃശ്ശൂർ പൂരം സെറ്റ് ചെയ്യണം. തീർച്ചയായും BJPയുടെ തൃശ്ശൂർ പൂരമായിരിക്കും ജൂലൈ 3-ാം തീയതി ഉണ്ടാവുക. സുരേഷ് ഗോപി ജൂലൈ 4-ാം തീയതി ഉണ്ടാവുക. സുരേഷ് ഗോപി വലിയ വിജയത്തോടുകൂടി ഭൂരിപക്ഷത്തിൽ നമുക്ക് തൃശ്ശൂരിൽ അദ്ദേഹത്തെ കൊണ്ടുള്ള വലിയ 2ാമതൊരു തൃശ്ശൂർ പൂരം കൂടി നമുക്ക് കാണാൻ സാധിക്കും. തൃശ്ശൂരിന്റെ തിടമ്പ്. അതെ, തീർച്ചയായും തെച്ചുകോട്ട് രാമചന്ദ്രനെ പോലെ തൃശ്ശൂരിന്റെ തിടമ്പേറ്റാൻ മറ്റൊരു രാമചന്ദ്രൻ കൂടി വന്നിട്ടുണ്ട്. ആ രാമചന്ദ്രന്റെ പേരാണ് സുരേഷ് ഗോപി. ഇപ്പോ നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ട് BJP ഇതുപോലെ ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ പ്രവർത്തകര് അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾ ഇത് എടുത്തു നോക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് ജനങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ BJP ഇങ്ങനൊരു വിജയിപ്പിക്കുക അല്ല എന്ന് ആ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാനുണ്ടായ ഒരു സംഭവം എന്തായിരുന്നു? തീർച്ചയായും ഒന്ന്, ജനങ്ങൾക്ക് സുരേഷ് ഗോപിയിലുള്ള വിശ്വാസമാണ്. ആ മനുഷ്യൻ കഴിഞ്ഞ തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കഴിഞ്ഞ 5 വർഷമായിട്ട് അദ്ദേഹം ഇവിടെ പ്രവർത്തിക്കുന്നു. അദ്ദേഹം ചെയ്തിട്ടുള്ള ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ, 2 ഇടത് വലത് മുന്നണികൾ ഇത്രയും കാലം ഈ തൃശ്ശൂർ ജനതയെ വിശ്വാസവഞ്ചന കാണിച്ച് പല വാഗ്ദാനങ്ങൾ നൽകി, വാഗ്ദാനങ്ങളൊന്നും നിറവേറ്റാത്ത സാഹചര്യം, പിന്നെ കരുവന്നൂർ പോലെയുള്ള വിഷയങ്ങൾ, മുരളീധരൻ എന്ന് പറയുന്ന ആളുടെ പെട്ടെന്നുള്ള വരവ്, പിന്നെ പ്രതാപന്റെ പിന്മാറ്റം, അങ്ങനെയുള്ള പല ഘടകങ്ങളും ഒരുമിച്ച് ചർച്ചയായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. ഇവിടെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിത്വം, അതുപോലെ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിത്വം, പിന്നെ രാജ്യത്തിന്റെ വികസനത്തിനോടൊപ്പം നിൽക്കാനുള്ള തൃശ്ശൂർ ജനതയുടെ കരുത്തും ആത്മവിശ്വാസവും അതിനോട് ചേർന്ന് നിൽക്കാനുള്ള അവരുടെ മനോഭാവവുമാണ് ഇത്തരത്തിൽ ജനങ്ങൾ BJPക്ക് അനുകൂലമായി ചിന്തിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. ഇപ്പോ ഈ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുക എന്നുള്ള നയം അത് LDFും UDFും വർഷങ്ങളായിട്ട് പാലിക്കുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷെ ഇത്തവണ അതിനെന്തെങ്കിലും അവരതിനെ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളത് യാതൊരു തർക്കമില്ല. മുസ്ലിം സമൂഹം ഒരു പരിധി വരെ അതിൽ അകപ്പെട്ട് പോയിട്ടുമുണ്ട്. പക്ഷെ ക്രിസ്ത്യൻ സമൂഹം അങ്ങനെയല്ലായിരുന്നല്ലോ. തീർച്ചയായും നമുക്കറിയാലോ, ഇലക്ഷനോടനുബന്ധിച്ചിട്ട് BJPക്ക് അനുകൂലമായി ന്യൂനപക്ഷങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി എന്ന സംഭവം തുടങ്ങി മുതൽ അവർ ഏതൊക്കെ രീതിയിലാണ് കുപ്രചരണങ്ങൾ നടത്തിയെന്ന് നമുക്കറിയാം.
ഇപ്പം നമുക്ക് മാതാവിൻ്റെ കിരീടമായിക്കോട്ടെ, മണിപ്പൂർ വിഷയമായിക്കോട്ടെ, 15 വർഷങ്ങൾക്ക് മുമ്പത്തെ ബീഫ് ആയിക്കോട്ടെ, അയോധ്യ ആയിക്കോട്ടെ, അങ്ങനെ വിവിധ തരത്തിലുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പച്ചയായിട്ടുള്ള വർഗീയ പ്രീണനമാണ് തൃശ്ശൂരിനകത്ത് അവർ നടത്താൻ ശ്രമിച്ചത്. പക്ഷേ പ്രബുദ്ധരായിട്ടുള്ള ക്രൈസ്തവ ജനതയും പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗമൊക്കെ വളരെ ചിന്തിച്ചുകൊണ്ടാണ് ഈ തവണ ഇലക്ഷന് പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തെ ഈ CA അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു പ്രക്ഷുബ്ധാവസ്ഥയിലേക്ക് തള്ളിയിടാനുള്ള ഒരു വലിയ ശ്രമം നടത്തി. പക്ഷെ അവർ അതിൽ അതിന് അവർ പിടികൊടുത്തില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത. അല്ലെങ്കിൽ നമുക്കറിയാം, കഴിഞ്ഞ 2019 ഈ ന്യൂനപക്ഷ മേഖലയിൽ വലിയ BJP വിരുദ്ധത കൊണ്ടുവന്നുകൊണ്ട് വലിയൊരു പോളിംഗ് നടത്താൻ ഈ ഇടതുപക്ഷത്തിനും കോൺഗ്രസ്സുകാർക്കും സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് അത് സാധിച്ചിട്ടില്ല. അതിനർത്ഥം ഈ പ്രക്ഷുബ്ധാവസ്ഥയ്ക്ക് ഞങ്ങൾ നിന്നു കൊടുക്കില്ല, രാജ്യവികസനത്തിനൊപ്പം ന്യൂനപക്ഷങ്ങൾ ഉണ്ട് എന്നുള്ള പ്രഖ്യാപിക്കുന്ന തരത്തിലാണ് അവരുടെ സമീപനം എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇപ്പോൾ ഏറ്റവും വലിയൊരു ശോചനീയമായിട്ടുള്ളൊരു അവസ്ഥ ഈ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലുണ്ടായി. എവിടെയാണ് ഇലക്ഷന് ശേഷം LDFന്റെ സ്ഥാനാർത്ഥി? തീർച്ചയായും അത് വലിയൊരു ചോദ്യം തന്നെയാണ്. നമുക്കറിയാം, ഒന്നാമത് തൃശ്ശൂരിന്റെ ചരിത്രത്തിൽ തന്നെ തൃശ്ശൂർ പൂരം മുടക്കാൻ വേണ്ടി ഒരു സംവിധാനം കൂട്ടുനിൽക്കുന്ന സാഹചര്യം, അതിൻ്റെ ജനങ്ങളോട് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ നാടിനോട് ചെയ്തിട്ടുള്ള, പൂരത്തിനോട് ചെയ്തിട്ടുള്ള വടക്കുന്നാഥ ചെയ്തിയ വലിയൊരു ദ്രോഹം, ആ ദ്രോഹം ജനങ്ങൾക്കിടയിൽ വല്ലാത്ത രീതിയിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ഒരു സംവിധാനം തന്നെ പൂരം മുടക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ അന്ന് മുതൽ തന്നെ സത്യത്തിൽ ഈ സുനിൽകുമാറിനെ കാണുന്നില്ല. സുനിൽകുമാർ സത്യത്തിൽ ഒരു ക്രോസ് വോട്ടിന്റെ സാധ്യതകൾ പഠിച്ചുകൊണ്ടായിരിക്കും, മുരളീധരനെ ജയിപ്പിക്കാനുള്ള ഒരു സാധ്യത പഠിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമായി. പിന്നീട് നമ്മൾ സുനിലേട്ടനെ എവിടെയും കാണാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ സത്യത്തിൽ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ ക്രോസ് വോട്ട് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു BJP അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ പരാജയപ്പെടുത്തുവാനുള്ള വലിയൊരു ശ്രമം നടത്തുമ്പോൾ സംഘടിതമായിട്ടുള്ള ജനങ്ങൾ BJPക്ക് അനുകൂലമായി ചിന്തിച്ച് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടുള്ളൂ. അതുതന്നെയാണ് ഈ ക്രോസ് വോട്ടിങ്ങിനെ പോലും ഇല്ലാതാക്കിക്കൊണ്ടുള്ള വിജയം സുരേഷ് ഗോപിക്ക് ഉറപ്പാകുമെന്ന് ഞങ്ങൾ പറയാനുള്ള കാരണം. ഈ ഏറ്റവും മുഖ്യമായിട്ട് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഈ 21% ക്രൈസ്തവരുടെ വോട്ട് ഇത് നേടിയെടുക്കാനുള്ള ശ്രമം, ആദ്യം പറഞ്ഞതുപോലെ ഈ വർഗീയ പ്രചരണത്തിൽ വലിയ രീതിയിൽ വർഷങ്ങളായിട്ട് ഇവർ വീണുപോയിരുന്നു തെറ്റിദ്ധാരണയുടെ പുറത്ത്. സുരേഷ് ഗോപി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ ആ ഒരു മികവാണോ, അല്ലെങ്കിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടുള്ള ഒരു താല്പര്യമാണോ ഈ ക്രൈസ്തവ സമൂഹം ഇത്തവണ BJPക്ക് വോട്ട് ചെയ്തിരിക്കുന്നത്? അല്ല, തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ക്രൈസ്തവ സമൂഹത്തിന് സത്യത്തിൽ BJPയോട് സന്ധി ചെയ്തുകൊണ്ട് വളരെയധികം സ്നേഹത്തോടു കൂടി BJPയുമായി അടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിൽ നമുക്ക് കഴിഞ്ഞ ഡിസംബർ 25 മോഡി മുഴുവൻ ക്രൈസ്തവ വിശ്വാസികളുമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നു. ആ ക്രൈസ്തവ വിശ്വാസികളുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ വസതിയിൽ ചടങ്ങ് കൊടുക്കുന്നു. അന്ന് മുതൽ ഇവർക്ക് പ്രശ്നമായി. സത്യത്തിൽ ഈ ക്രൈസ്തവ സമൂഹം അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിപ്പോൾ ലവ് ജിഹാദ് പ്രശ്നമായിക്കോട്ടെ, അവരുടെ വത്തിക്കാനിൽ നിന്ന് പോപ്പിന്റെ വരവുമായി ബന്ധപ്പെട്ട വിഷയമായിക്കോട്ടെ, റബ്ബർ വിലയുടെ വിഷയമായിക്കോട്ടെ, അവരുടെ ജീവിത പ്രശ്നങ്ങൾ നേരിട്ട് ബാധിക്കുന്ന നിരവധി വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾക്ക് കൃത്യമായിട്ടൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്ന പ്രസ്ഥാനം BJP ആണെന്നും പറ്റുന്ന സർക്കാർ നരേന്ദ്രമോദിയാണെന്നുള്ള ആത്മവിശ്വാസത്തിന് പുറത്താണ് ക്രൈസ്തവ ജനത BJPയോട് അടുത്തത്. ആ സാഹചര്യത്തിൽ കൃത്യമായിട്ട് മണിപ്പൂർ പോലെയുള്ള ഒരു 100 വർഷത്തിനപ്പുറം നടക്കുന്ന ഒരു ഗോത്രകലാപം, ആ ഗോത്രകലാപത്തെ ഹിന്ദു ക്രൈസ്തവ കലാപമായി ചിത്രീകരിച്ചുകൊണ്ട് ഇവിടുത്തെ ഓരോ വീടുകളിലും വർഗീയ പ്രചരണം നടത്താൻ ആസൂത്രിതമായിട്ടുള്ള ശ്രമം നടന്നു. ആ ശ്രമത്തെ സത്യത്തിൽ ജനങ്ങൾ വളരെയധികം, ക്രൈസ്തവ ജനത സത്യത്തിൽ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് അവർ ഒരുപക്ഷെ അവരുടെ പറയുന്ന കാര്യങ്ങളെ തൃണവൽക്കരിച്ചുകൊണ്ട് BJPക്ക് അനുകൂലമായി ചിന്തിച്ച ഒരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് ക്രൈസ്തവ ഭവനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വർഗീയ പ്രചരണങ്ങൾ, UDFന്റെയും LDFന്റെയും പ്രചരണങ്ങളെ ക്രൈസ്തവ സമൂഹം, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിലെ അമ്മമാർ തള്ളിയൊരു തെരഞ്ഞെടുപ്പും കൂടിയായിട്ടാണ് ഞങ്ങൾ ഇതിനെ കണക്കാക്കുന്നത്. ഇപ്പോൾ അവസാനമായിട്ട് കേരളത്തിലെ ഹിന്ദു വോട്ട് ബാങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ടുള്ളത് ഈഴവ സമുദായത്തിന്. ഈഴവ സമുദായത്തിന്റെ വോട്ട് ഇത്തവണ എല്ലാ വർഷവും അത് CPMന്റെ ഏറ്റവും വലിയൊരു വിജയത്തിലേക്ക് എത്തിക്കുന്നത് അവരാണ്. അവരുടെ ഒരു സപ്പോർട്ടിലാണ് നിന്നിരുന്നത്. ഈ ഈഴവ കമ്മ്യൂണിറ്റി ഇപ്പോൾ അതിൻ്റെ വോട്ട് പൂർണ്ണമായിട്ടും വിഘടിച്ച് അത് ഒരു വിഭാഗം അത് BJP നേടിയെടുത്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? തീർച്ചയായും നമുക്കറിയാലോ, കേരളത്തിലെ ഏറ്റവും പ്രബല സമുദായം ഈഴവ സമുദായമാണ്. പ്രത്യേകിച്ച് ഹിന്ദു ഭൂരിപക്ഷ ജനതയെ നോക്കിക്കഴിഞ്ഞാൽ അതിലെ സ്വാഭാവികമായിട്ടുള്ള ഏറ്റവും വലിയ ഭൂരിപക്ഷമുള്ള ആളുകൾ എന്ന് പറയുന്നത്, കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഈഴവ സമൂഹമാണ്. എല്ലാ കാലഘട്ടത്തിൽ ഈഴവ സമൂഹത്തെ ഒരു വോട്ട് ബാങ്ക് മാത്രമായിട്ടാണ് കാണാറ്. ഈഴവ സമുദായം പൊതുവെ ഈ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി വടിപിടിക്കാനും കൊടിപിടിക്കാനും ഈ ചാവേറുകളായി മാറുന്ന ഒരു സംവിധാനമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ BJP നേതൃത്വം കൃത്യമായിട്ട് ഈഴവ സമുദായത്തിന് നൽകിയിട്ടുള്ള ആത്മവിശ്വാസമുണ്ട്. നമുക്കറിയാം, ഈ മോഡി മന്ത്രിസഭയിൽ തന്നെ ഒരു മന്ത്രി ഉണ്ടായിട്ടുള്ള ഈഴവ സമുദായത്തിലെ V മുരളീധരനാണ്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണെങ്കിൽ K സുരേന്ദ്രൻ ആയിക്കോട്ടെ, ശോഭാ സുരേന്ദ്രൻ ആയിക്കോട്ടെ, അങ്ങനെ അനവധി BJPയിൽ ഈഴവ നേതാക്കളുടെ വലിയൊരു നിര തന്നെ BJPക്ക് ഉണ്ട്. പിന്നെ സ്വാഭാവികമായിട്ട് BDJs പോലെയുള്ള പ്രസ്ഥാനങ്ങൾ, ഇപ്പം നമുക്കറിയാം ഈഴവരുടെ ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ SNDP ആണ്. SNDP യോഗവും BJPയും തമ്മിലുള്ള ബന്ധം, SNDP യോഗത്തിലെ അവരുടെ
നേതൃത്വത്തിൽ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശന്റെയും അല്ലെങ്കിൽ ആശീർവാദത്തോട് കൂടിയിട്ട് തുഷാറിന്റെ നേതൃത്വം നടക്കുന്ന BDJs ആ സംവിധാനങ്ങളൊക്കെ ഇന്ന് സത്യത്തിൽ വിശ്വാസം എന്ന് പറയുന്നത് BJPയോടാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഹൈന്ദവ പ്രസ്ഥാനങ്ങളുടെ ശിവഗിരി നവോത്ഥാനവുമായി ബന്ധപ്പെട്ട കേരളത്തിന് നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ശിവഗിരി മഠം പരസ്യമായിട്ട് BJPക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ചിന്തിക്കുന്ന ഈഴവ സമൂഹം അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയപരമായും പൊളിറ്റിക്കലായിട്ടും സാമൂഹികമായിട്ടും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈഴവ സമൂഹം BJPക്ക് അനുകൂലമായി ചിന്തിക്കുന്നു, രാജ്യത്തിന്റെ വികസനത്തിൽ പങ്കാളികളാകുന്നു. അതോടൊപ്പം തന്നെ അധികാരത്തിന്റെ അർഹമായിട്ടുള്ള വിഹിതം ഈഴവ സമൂഹത്തിനും കൂടി വേണം എന്നുള്ള ബോധ്യം അവർക്കിടയിലുണ്ട്. അതുകൊണ്ട് അതിനെ പറ്റി പ്രസ്ഥാനം BJP ആണെന്നുള്ള തിരിച്ചറിവ് ഈഴവ സമുദായത്തിന്റെ ഇടയിലുണ്ട്, ഈഴവ അണികൾക്കിടയിലുണ്ട്. അതുകൊണ്ട് പഴയ കാലഘട്ടത്തിൽ സംഘടിതരായിട്ടുള്ള CPMന്റെ ചാവേറുകളായി പ്രവർത്തിക്കാൻ ഈ ഈഴവ സമുദായത്തെ കിട്ടില്ല എന്നുള്ള ഉറച്ച പ്രഖ്യാപനം കൂടിയായിരുന്നു ഈ ഇലക്ഷൻ എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പിച്ചു 100%. സുരേഷ് ഗോപി 25,000-നും 50,000-നും ഇടയിൽ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ജൂൺ 4-ാം തീയതി നമുക്ക് അദ്ദേഹത്തിന്റെ തൃശ്ശൂർ പൂരം, രണ്ടാമത് നമുക്ക് തെച്ചിക്കോട്ട് രാമചന്ദ്രനൊപ്പം സുരേഷ് ഗോപി എന്ന് പറയുന്ന കൊമ്പനെയും കൂടി ഇടംപേന്തിക്കൊണ്ട് തൃശ്ശൂർ നഗരത്തിന്റെ ആലവട്ടങ്ങളും പഞ്ചാമരങ്ങളും വീശിക്കൊണ്ട് അദ്ദേഹത്തെ നമ്മൾ വിജയശ്രീലാളിതനായി കാണാമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. വളരെ നന്ദി മാഷി, ഈ ഒരു സമയത്ത് നമ്മുടെ പ്രതീക്ഷ. ഓക്കെ.